ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഈ ഒരു കണ്ടീഷനിൽ കിടന്ന വണ്ടി റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വണ്ടിയുടെ ബ്ലാക്ക് കളർ റീസ്റ്റോർ ചെയ്തെടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ രീതിയിൽ ഡള്ളായി കിടന്ന ബ്ലാക്ക് കളറാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് റീസ്റ്റോർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുപയോഗിച്ചിട്ടാണ് ഇത് റീസ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പെയിൻറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് കട്ടപ്പന ഐശ്വര്യ ജംഗ്ഷനിലുള്ള കൊല്ലംകുടിയിൽ ഓട്ടോമോട്ടീവ് പെയിൻറ്റ്സിൽ നിന്നാണ്. 3Mൻ്റെ ബ്ലാക്ക് പ്ലാസ്റ്റിക് റീസ്റ്റോറർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ റീസ്റ്റോർ ചെയ്തെടുത്തത്. ഇത് സാധാരണ ബ്ലാക്ക് പെയിൻറ്റ് പോലെ അല്ല കേട്ടോ, കുറച്ചും കൂടെ ഫിനിഷിങ്ങും നമുക്ക് ഈ പെയിൻറ്റ് അടിക്കുമ്പോൾ ഒഴുകുന്ന ആ ഒരു സാധ്യതയൊക്കെ ഇവിടെ കുറയും. ഇതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. സാധാരണ സ്പ്രേ പെയിൻറ്റ് ബോട്ടിലിനേക്കാളും ഇതിന് ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഈ ഒരു സൈസിലാണ് ഇത് വരുന്നത്. 699 രൂപയാണ് ഇതിൻ്റെ MRP. പക്ഷേ നമുക്ക് കടയിൽ നിന്ന് കിട്ടിയത് 320 രൂപയ്ക്കാണ്. ബോട്ടിൽ നന്നായിട്ട് കുലുക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള വെള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ അടിക്കുമ്പോൾ ഇതുപോലെ ഡള്ളായിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. സാധാരണ ബ്ലാക്ക് പെയിൻറ്റിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് ക്ലിയർ സബ്സ്റ്റൻസ് കൂടുതലുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഇത് ഒരു കാറിൻ്റെ സൈഡിലെ ബീഡിംഗ് ആണ്. ഇതിൻ്റെ ആ ഡള്ളായിട്ടുള്ള ബ്ലാക്ക് കളറ് എത്ര പെട്ടെന്നാണ് റീസ്റ്റോർ ചെയ്ത് വരുന്നതെന്ന് നോക്കിക്കേ. സാധാരണഗതിയിൽ പ്ലാസ്റ്റിക്കിലും ഫൈബറിലും ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചതിന് ശേഷമാണ് സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ സാധിക്കുക. പക്ഷേ ഇതിന് പ്ലാസ്റ്റിക് പ്രൈമറിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലുള്ള പ്ലാസ്റ്റിക്കിലോ ഫൈബറിലോ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിന് 100% റിസൾട്ട് കിട്ടുക. ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മുടെ സ്കൂട്ടറിൻ്റെയൊക്കെ ഈ ഒരു ഫൈബർ പോർഷൻ എപ്പോഴും ബ്ലാക്ക് കളറ് ഡള്ളായി പോകാറുണ്ട്. അതൊക്കെ റീസ്റ്റോർ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ വില 500 രൂപയാണ് കാണുന്നത്. ഞാനിത് മിഥുൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത് 320 രൂപയ്ക്കാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ അന്വേഷിച്ചിട്ട് ഇത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മിഥുൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, ഇവർ കൊറിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സേവ് ആക്കി വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.